സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടുള്ള മഴ തുടരുകയാണ്. കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കയറി. ഒപ്പം അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടി ടൗണിൽ അവിടെ തൊട്ടിൽപ്പാലം റോട്ടിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. 4 കടകളിൽ വെള്ളം കയറി എന്നുള്ളതാണ് വിവരം. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ ചേരുന്നു. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്, ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്, ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, ശരണ്യ സ്നേഹജനം മോർണിംഗ് വേവ്സിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം നമുക്ക് ഡാനിലേക്ക് പോവാം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ, ഇന്ന് എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ? ഒപ്പം തലസ്ഥാനത്തെ മഴയ്ക്ക് ശമനമായോ? രാത്രിയിൽ തുടങ്ങിയ മഴയാണല്ലോ. തലസ്ഥാനത്തെ മഴയ്ക്ക് ഇതുവരെയും ശമനമായിട്ടില്ല. രാത്രി ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് പുലർച്ചെ. ഞങ്ങളിപ്പം ഉള്ളത് വലിയതുറയിലെ പാലത്തിന് അടുത്താണ്, തകർന്ന പാലത്തിനടുത്താണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ അടക്കം ഈ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിനൊന്നും പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്ന സാഹചര്യം. ഇന്നലെ വൈകിട്ടാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശമെത്തിയത്, ജാഗ്രതാ നിർദ്ദേശമെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല. തീരത്ത്, കേരള തീരത്ത് അതിശക്തമായ തരത്തിൽ കാറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇന്നലെ രാത്രിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൈമാറിയത്. അതിന്റെ ഭാഗമായി അവര് രണ്ടറ്റം കൂട്ടിമുട്ടിച്ചിരുന്നത് ഈ കടപ്പുറത്ത് നിന്ന് വള്ളങ്ങളിൽ കടലിലേക്ക് പോയി മത്സ്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചായിരുന്നു. പക്ഷേ അതിന് കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കാലാവസ്ഥയിലെ ഈ വ്യതിയാനം മൂലം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. നമുക്കറിയാം, എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ വൈകാതെ തന്നെ മഴ പെയ്തേക്കുമെന്ന് തോന്നുന്നു. അത്രമാത്രം കാർമേഘങ്ങൾ കൊണ്ട് മുഖരിതമാണ് ആകാശം. അങ്ങനെ ഒരു സാഹചര്യമാണ് തലസ്ഥാനത്ത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നഗരം നേരിട്ട വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വെള്ളക്കെട്ട് തന്നെയായിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് അതിശക്തമായി മഴ പെയ്യുമ്പോൾ അതിന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ, ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ അടക്കം അത് വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായി 23-ാം തീയതി നാളെ വരെ കനത്ത മഴ തുടരുമെന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലെല്ലാം സമാനമായ തരത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. പല ജില്ലകളിലും ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയാണ് തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ ഉണ്ടായത്. സ്വാഭാവികമായി ഈ തെക്കൻ ജില്ലകൾക്ക് പുറമെയാണ് തൃശൂര്, ഇടുക്കി ഉൾപ്പെടെയുള്ള, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതിതീവ്രമായ മഴ നാളെ വരെ തുടരുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ നമ്മൾ ഇതിനെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എൽദോ, ഡാനി, തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ റോഡുകൾ പണിത സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഡാൻ നിൽക്കുന്ന വലിയ തുറയിലാണെന്ന് അറിയാമെങ്കിൽ പോലും അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇന്നലെ രാത്രിയിൽ വെള്ളക്കെട്ട് അങ്ങനെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ തലസ്ഥാന നഗരത്തിൽ? എല്ലാം നമുക്കറിയാം. നമ്മൾ ഈ വരുന്ന വഴികളിൽ പ്രധാനപ്പെട്ടത്, അതായത് ഈ ചാക്ക ബൈപ്പാസ്, ഈന്തക്കൽ ചാക്ക ബൈപ്പാസിന്റെ ഭാഗത്തൊക്കെ ഈ മുകളിൽ നിന്നുള്ള, അതായത് ബൈപ്പാസിന്റെ താഴേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പുകളിലൂടെയുള്ള വെള്ളം ഈന്തക്കൽ ഭാഗത്ത് കെട്ടിക്കിടക്കുന്നതാണ്. പെട്ടെന്നൊരു മഴ പെയ്താൽ ഉടനെ അവിടെ ഒരു കുളമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. സ്വാഭാവികമായി ഏതാണ്ട് 1-2 മണിക്കൂറുകൾക്കകം വെള്ളം അവിടുന്ന് മാറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ 2 മണിക്കൂർ നേരം അക്ഷരാർത്ഥത്തിൽ ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമേ കഴിയൂ എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കും. ആ സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണ്. അതിന് പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുമെന്ന് കരുതുന്നുമില്ല. സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ
അതുപോലെ മണക്കാട് കല്ലുമൂട് ഭാഗത്തൊക്കെ ഈഞ്ചക്കൽ ബൈപ്പാസിലേക്ക് വരുന്ന വിമാനത്താവളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട എളുപ്പ വഴിയാണ്. ആ ഭാഗങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടക്കാത്തത് മൂലം, തോട് കൃത്യമായി വൃത്തിയാക്കാത്തത് മൂലം ഈ വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ അങ്ങനെ തന്നെ തുടരുകയാണ്. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്ന കാര്യമല്ല. സ്വാഭാവികമായി അതിനുള്ള നടപടികൾ നേരത്തെ തുടങ്ങണമായിരുന്നു. അത് തുടങ്ങുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ പ്രദേശവാസികളും ആ കുടുംബാംഗങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മളോട് ആരോപിച്ചത്. ആ സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണ്. അതോടൊപ്പമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഈ വഴുതക്കാട്, വെള്ളയമ്പലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ കുഴികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കുഴികളിലൊക്കെ നിറഞ്ഞ വെള്ളം പമ്പ് ചെയ്യുന്ന നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് അതിശക്തമായ മഴ മറുവശത്ത് വീണ്ടും ആർത്തിരമ്പി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സ്ഥിതി അങ്ങനെ തുടരുന്നത് തന്നെയാണ് നഗരത്തിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി പെട്ടെന്ന് ഒരു ദിവസത്തെ അടിയന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. അത് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ അനുസരിച്ച് തന്നെ നടപ്പിലാക്കേണ്ട കാര്യമാണ്. അധികാരികൾ ആ വഴിയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിന് മുമ്പേ തലസ്ഥാന നഗരം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതി ഇപ്പോഴും അങ്ങനെ തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് കാലവർഷം എത്തുമ്പോൾ എങ്ങനെയാകും കാര്യങ്ങളെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഡാൻ, ഒരു കാര്യം കൂടി, ഡാൻ ഇപ്പോൾ നിൽക്കുന്നത് വലിയതുറ ഭാഗത്ത്. അവിടെയൊക്കെ വളരെ സജീവമായി രാവിലെ മത്സ്യത്തൊഴിലാളികൾ സജീവമാകുന്ന പ്രദേശമാണ്. ഒരുപാട് മീൻ വിൽപ്പനയ്ക്കുള്ള ചേച്ചിമാരെത്തുന്ന സ്ഥലമാണ്, മീൻ വാങ്ങാനൊക്കെ. എന്താണ് അവിടുത്തെ വിഷ്വൽ കൂടി? ആ തൊട്ടപ്പുറയാണല്ലോ നമ്മുടെ ആ ചന്തയൊക്കെ. അവിടേക്ക് ഒന്ന് പാൻ ചെയ്താൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നറിയാനാണ്. സ്വാഭാവികമായി ഇതാണ് സ്ഥിതി. നമ്മുടെ ക്യാമറമാൻ ദൃശ്യങ്ങൾ കൃത്യമായി കാണിക്കും. മത്സ്യത്തൊഴിലാളികൾ സാധാരണയായി ഈ രാവിലെ ഈ സമയത്ത് മത്സ്യങ്ങളുമായി വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളാണത്. പക്ഷെ ഇന്ന് അവിടുത്തെ കാഴ്ച അതാണ്. ആളുകളിങ്ങനെ, മത്സ്യത്തൊഴിലാളികളിങ്ങനെ കൂടി പല വശത്തായി ഇരിപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായി കടലിൽ പോകാനോ ഇന്നലെ ഇങ്ങനെ മീൻ പിടിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായതാണ്. ഇങ്ങനത്തെ ഒരു ശോകമൂകമായ അന്തരീക്ഷത്തിലേക്ക് ആകാശം എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ നിൽക്കുന്ന മേഘാവൃതമായ ആകാശം പോലെ തന്നെയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മുഖവും. കാരണം അങ്ങനെയായി കാര്യങ്ങൾ. ഇപ്പോൾ മഴ ചാറി തുടങ്ങിയിരിക്കുന്നു, മഴ പെയ്ത് തുടങ്ങുകയാണ്. ശക്തമായ മഴയിലേക്ക് വീണ്ടും ഈ തീരമേഖല കടക്കുന്നു എന്ന് വേണം കരുതാൻ. അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെയൊക്കെ വലിയ രാവിലെ തന്നെ മത്സ്യങ്ങൾ കൊണ്ട് നിറയുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ്. എന്തോ ഓക്കെ എന്താണെങ്കിലും മഴ പെയ്യുന്നുണ്ട്. ഡാനും മാറി നിൽക്കും മഴയിൽ നിന്ന്. എന്താണെങ്കിലും വലിയതുറയിൽ നിന്നുള്ള കാഴ്ചയാണ് ഡാൻ പങ്കുവെക്കുന്നത്. അവിടെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ആകാശം എങ്ങനെ ഇരുണ്ടിരിക്കുന്നു അതുപോലെ ആയിരിക്കും അവരുടെ ഒരു അന്നമുട്ടുന്ന സാഹചര്യം. ഡാൻ എന്തോ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, അവരാ വേദന പങ്കുവെക്കുകയായിരുന്നു. കടലിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, ഒന്നും പറയാനില്ല. ഓക്കെ, അതൊരു വല്ലാത്ത ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവർ കയറിപ്പോകുന്നു. കാരണം വലിയ പ്രതീക്ഷയോടെ കടലിലേക്ക് പോകാൻ എത്തിയവരാണ്. പക്ഷേ ഈ നിർദ്ദേശമുള്ളത് കൊണ്ട് ആർക്കും കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. മഴ പെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. എല്ലോ ഓക്കെ, റൈറ്റ്. എന്നാലും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാല സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ജാഗ്രത തുടരണം.